എല്ലാവർക്കും നമസ്കാരം. IUV വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നേക. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് വിളിച്ചിട്ട് വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം സംസാരിക്കുകയാണ്. അവൾ ജോലിക്ക് പോകുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികൾ ജോലിക്ക് പോവാതെ പറ്റില്ല, ലീവ് കിട്ടുന്നില്ല. ഇവള് കുട്ടികളെ പ്ലേ സ്കൂളിലാക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത് വെക്കേഷനായിട്ട്. അവൾ അത് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് എന്നോടത് പറയുന്നത്. കാരണം അവൾ പറയുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ എന്താ ചെയ്യുക, ജോലിക്ക് പോവാതെ പറ്റില്ല. ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയാൽ തന്നെയാണ് ഇന്നത്തെ ഒരു ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ന് EMIയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി എക്സ്പെൻസ് തന്നെ മീറ്റ് ചെയ്യാൻ നല്ലൊരു തുക നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും, അവർക്കുള്ള ആവശ്യങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല. ഈ കുട്ടികളെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആക്കും വേണം. അങ്ങനെയാണ് പ്ലേ സ്കൂളിലാക്കുന്നത്. അവരുടെ വെക്കേഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അവരുടെ കൂടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അവർക്ക് വല്ലാത്തൊരു വിഷമം, ഒരു ഇമോഷണൽ, വല്ലാത്തൊരു പെയിൻ അവൾ അനുഭവിക്കുന്നുണ്ട്. അത് എന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്താ ചെയ്യുക ചെയ്തില്ല. അവർ വിചാരിക്കുമോ അവരോട് എനിക്ക് സ്നേഹമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു കുറേ തോന്നല്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, കുറേ വർക്കിംഗ് ആയിട്ടുള്ള പാരൻസ്, അതായത് അച്ഛനും അമ്മയും ഒരുപോലെ ഒരു സ്ട്രഗിളിലാണ്, ഒരു ഇമോഷണൽ പെയിൻ ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വെക്കേഷനായിട്ട് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോവാതിരിക്കാനും പറ്റുന്നില്ല. അവരെന്തായിരിക്കും വിചാരിക്കുന്നുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ കളിക്കേണ്ട ഒരു സമയമാണ് അവർക്ക് അല്ലേ. അവരുടെ കൂടെ നമ്മളും കൂടി സ്പെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് അല്ലേ. അപ്പോൾ നമ്മളെ കൂടെയുള്ളവർ, നമുക്ക് ചുറ്റുമുള്ളവർ അവരെ ഇമോഷണലി കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം, കുറ്റപ്പെടുത്തരുത്. അതുപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളോടുള്ള സ്നേഹത്തിനുള്ള കുറവ് കൊണ്ടല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്, അല്ലാതെ സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല എന്നുള്ളത് അവരെ ഇങ്ങനെ പറഞ്ഞ് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അവർക്കും അതൊരു ചിലപ്പോൾ നമുക്കറിയില്ല കുട്ടികൾ ഏത് തരത്തിലായിരിക്കും ചിന്തിക്കാനോട്, അമ്മയ്ക്ക് അച്ഛനൊന്നും ഇഷ്ടമില്ല ഞങ്ങളോട് എന്നുള്ള ഇതൊക്കെ തോന്നാം. അപ്പോൾ അതൊന്നും തോന്നാത്ത വിധത്തിൽ അവരെ കൂടെ ചേർത്ത് നിർത്തുക, കൂടെയുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആലോചിച്ചപ്പോൾ ഒരുപാട് പേരൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ, അച്ഛനും അമ്മയും ഒരുപോലെ വിഷമിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്ന പേരൻസ് പ്രത്യേകിച്ച്. അപ്പം ആരും വിഷമിക്കേണ്ട, അതൊരു വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തെന്ന് പറയാം. നിങ്ങളും ആ സിറ്റുവേഷനിലൂടെ തന്നെയാണ് കുറേ പേര് പോകുന്നുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരി, താങ്ക് യു.